ഞാൻ അച്ഛൻ്റെ സംസ്കാര അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. എൻ്റെ സന്യാസിനി സമൂഹം മലങ്കര സീറോ മലബാർ റൈറ്റാണ്. അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് ഞാൻ. SD കോൺവെൻറ്റ് എന്നറിയപ്പെടും. ഞാൻ മണിമലയാണ്. അച്ഛനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും മൂത്ത സഹോദരനായിരുന്നു. അമ്മയ്ക്ക് 3 സഹോദരിമാരും 6 സഹോദരന്മാരുമായിരുന്നു. അതിലെ ഏറ്റവും കൊച്ചുമക്കളിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു അച്ഛന്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അപ്പച്ചൻ ഒരു വലിയ അപകടത്തിൽ മരിച്ചുപോയി. ഒരു വലിയ ബിസിനസ് കുടുംബത്തിലായിരുന്നു അമ്മയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചത്. അവർ 4 ആൺമക്കളായിരുന്നു. പിന്നെ വലിയപ്പച്ചൻ്റെയും വലിയമ്മച്ചിയുടെയും ഒക്കെ തണലിലാണ് അച്ഛൻ വളർന്നു വന്നത്. ഏതാണ്ട് ആദ്യത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോൺ OIC അച്ഛൻ ചുട്ടുപാറ അച്ഛൻ്റെ വലിയപ്പച്ചൻ്റെ അനിയനായിരുന്നു. ആ അനിയൻ അച്ഛൻ്റെ ആ സംരക്ഷണത്തിലും ആ പരിപാലനയിലും നയിക്കലിലുമൊക്കെ അച്ഛൻ വിശ്വാസ ജീവിതം ഒത്തിരി ബലപ്പെടുത്തുകയും അച്ഛനിലൂടെ വൈദിക ജീവിതത്തോടുള്ള ആഭിമുഖ്യം വന്ന് വീട്ടിൽ ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് തന്നെ വൈദിക ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് സെമിനാരിയിലേക്ക് പോവുകയുമായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ ഞാനൊക്കെ വീട്ടിലായിരുന്നപ്പോൾ അച്ഛൻ പറയും, പ്രായമായി പ്രീസ്റ്റ് ഹോമിൽ കാണാൻ ചെല്ലുമ്പം പറയും, എന്നെ സൈക്കിളിൽ ഇരുത്തിയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ചെറുപ്പത്തിലെ നല്ല ഓർമ്മകൾ പങ്കുവെക്കുമായിരുന്നു. അച്ഛനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, നീതിമാന്മാരുടെ മരണം ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഔസേപ്പിതാവിനെ കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് അവൻ നീതിമാനായിരുന്നു എന്നാണ്. അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതുന്നതമായ പൊസിഷനിലൂടെ ദൈവം നയിച്ചപ്പോഴും ഏത് വ്യത്യസ്തമായ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുവാനും ശുശ്രൂഷയ്ക്കുമായി പോയപ്പോഴും ദൈവനീതി, മനുഷ്യനീതി ഇതൊക്കെ അച്ഛന് കൈമുതലായിരുന്നു. കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കുഴിനാപ്പുറത്ത് കുടുംബത്തിൽ വ്യത്യസ്തമായ സാമ്പത്തിക വിദ്യാഭ്യാസ വ്യത്യസ്തമായ നിലകളിലുള്ള കുടുംബങ്ങൾ, സഹോദരിമാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാ കുടുംബത്തെയും ഒരുപോലെ പരിഗണിച്ച് വലിപ്പ ചെറുപ്പമന്യേ എല്ലാ കുടുംബങ്ങളിലും കയറിയിരുന്ന് ആ സഹോദര സ്നേഹം പങ്കുവെച്ച് ആ ഉന്നതമായ ഒരു വൈദിക മൂല്യം കാത്തുപാലിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നു ജോഷുവ ചുട്ടുപാറയച്ചൻ എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ, സ്നേഹത്തിൽ, കാരുണ്യത്തിൽ നിലനിന്ന മലങ്കര രൂപതയിലെ ഒരു വന്യ വൈദികനായിരുന്നു ജോഷുവ ചുട്ടുപാറയച്ചൻ, ഞങ്ങളുടെ സഹോദരൻ. അതോടൊപ്പം തന്നെ ഞാൻ നിർത്തുന്നു. ജീവിതകാലത്ത് ഏതെങ്കിലുമൊക്കെ പോരായ്മകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് പാവപ്രതിയും പാവക്കടങ്ങളും പരിഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെന്നും നിലനിൽക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗോപുരത്തിലാണ്. ഞങ്ങളിപ്പോൾ നേരത്തെ കോഴുകുന്നത്തുനിന്നായിരുന്നു വീട്ടുവരെ. ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരുടെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുശോചനവും പ്രാർത്ഥനയും ചുട്ടിപ്പാറ കുടുംബത്തിലെ എല്ലാവരോടും, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.